മേടിക്കാൻ പോകാൻ താല്പര്യമില്ലാത്തത്. സ്വന്തം വീട്ടുകാരെ അംഗീകരിക്കാത്ത ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവാർഡ് മേടിക്കാൻ ഏത് മരുമകൾക്കാണ് താല്പര്യം ഉണ്ടാകുക എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ മുത്തശ്ശി പറയുകയാണെ, ഇങ്ങനൊരു അവാർഡ് ഫംഗ്ഷൻ കിട്ടിയപ്പോൾ തന്നെ നീ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് നിന്റെ മരുമകൾക്ക് പോയിട്ട് കൈ കൊടുത്തിട്ട് അവളെ അഭിനന്ദിക്കണമായിരുന്നു. അപ്പം ദേവേന് പറയുകയാണ്, എന്നെ അതിനൊന്നും കിട്ടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അപ്പോൾ അവാർഡ് മേടിക്കാനും മറ്റൊരാളെ നോക്കണം എന്നാണ് നിന്റെ മരുമകൾ പറഞ്ഞത് എന്ന് പറയാം കേട്ടോ. അതിൽ തെറ്റില്ലെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. ഇനി ഞാനൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞ് ദേവേൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജലജേനയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദേവയാനിയും മുത്തശ്ശിയും കൂടെ വരിക കേട്ടോ. അപ്പോൾ മാക്സിമം എത്രത്തോളം തിളപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം തിളപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ജലജയ്ക്കുള്ളത്. അപ്പോൾ ജലജ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയണ, അവൾ അവാർഡ് നിരസിച്ചു അല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും പറയും, അവൾക്ക് അഹങ്കാരമാണ്, അതുകൊണ്ടാണ് അവൾ ആ അവാർഡ് നിരസിച്ചത്. അപ്പോഴത്തേക്കിനും അതുവഴി ആദർശം നയനും വരും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കും, മോളിത് എന്താ പരിപാടിയാണ് കാണിച്ചത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണെങ്കിലും എൻ്റെ കൂട്ടുകാരി ഗ്രേസിയും ആൻമരിയും ചേർന്ന് നടത്തിയ പ്രോഗ്രാം അല്ലേ, അവരുടെ മുഖത്താണ് കരിവാരി തേച്ചത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നായനിങ്ങനെ പറയും, മുത്തശ്ശി എനിക്ക് എന്നോട് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയും. പെട്ടെന്നാണ് അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത്. ആ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നതിനെ പറയും. അമ്മയ്ക്ക് ഞാൻ അവാർഡ് മേടിക്കുന്നതിനോട് ഇഷ്ടമല്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ ദേവയാനി പറയുവേ. അതിനുശേഷം നായനെ അവിടെ നിന്ന് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും അദൃശ്യ പറയുകയാണ്, കുറച്ച് ഏതൊക്കെയായാലും മുത്തശ്ശനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം. അപ്പോൾ മോളിങ്ങനെ ഞാൻ പറഞ്ഞെന്നാലും അല്ലെങ്കിൽ ദേവയാനി പറഞ്ഞാലും എല്ലാവരും പറഞ്ഞാൽ മോള് കേൾക്കേണ്ടതാണല്ലോ, ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴാണ് അദൃശ്യ പറയുന്നത്, മുത്തശ്ശന് എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശനെ കൊണ്ടൊന്ന് വിളിപ്പിക്കണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ പറഞ്ഞാലും അവൾ കേൾക്കുന്നില്ലേന്ന് ചോദിക്കുക. അപ്പോൾ ജലജ ഇങ്ങനെ പറയുകയാണ്, അട്ടെ പിടിച്ച് മെത്തേ കിടത്തി എന്നാൽ കിടക്കില്ല എന്ന് പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്താണ് അവളുടെ സ്വഭാവം ഇങ്ങനെ മാറാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആദർശി പറയുന്നുണ്ട്, നയന എന്തെങ്കിലും കാരണം ഇല്ലാതെ അങ്ങനെ ചെയ്യില്ല, ഇതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് അവളെ ഒന്ന് അഭിനന്ദിക്കായിരുന്നല്ലോ എന്നിങ്ങനെ ആദർശി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരിയാണ് നീ പറഞ്ഞത്, ഇതുവരെ അവളെ ഒന്ന് അഭിനന്ദിച്ചിട്ടില്ല, അത് തന്നെ മെയിനായിട്ടുള്ള കാരണം. അവളുടെ കൈ ഒന്ന് പിടിച്ച് കുലുക്കിയിരുന്നെങ്കിൽ അവൾ ഇപ്പോൾ ഈ തീരുമാനം ഒന്നും എടുക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യം വരികയാണ്. അതിനുശേഷം ആദർശം ഞാനും കൂടെ അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ചില സമയത്ത് നിൻ്റെ ഈ സ്വഭാവം ഒന്നും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ ആദർശ് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ, ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ അമ്മയുടെ കൂട്ടുകാരിയായിട്ടുള്ള ഗ്രേസി ആൻറ്റിയും അതുപോലെ ആൻമരിയും ചേർന്നിട്ടാണ് ആ ഒരു പ്രോഗ്രാം നടത്തിയത്, അതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് പറയും കേട്ടോ.